അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇപ്പോൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ പേരൻസിനും സ്റ്റുഡൻസിനും സംശയമായിരിക്കും എത്ര ഫീസായിരിക്കും കോളേജിൽ ചേർക്കാൻ പോകുമ്പോൾ കൊടുക്കേണ്ടത്, അതുപോലെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അങ്ങനെ കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും കാണും. അതേപോലെ തന്നെ സ്കോളർഷിപ്സും ഉണ്ട്. അപ്പം അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ആദ്യം തന്നെ കോളേജ് ചൂസ് ചെയ്യേണ്ട രീതിയും ഫീസും കാര്യങ്ങളും ഞാൻ ആദ്യം പറയാം. എനിക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഇപ്പോൾ എല്ലാ കോളേജും ഗവൺമെൻറ് കോളേജ് അല്ല. പ്രധാനമായും 3 തരം കാറ്റഗറിയിലുള്ള കോളേജാണ് ഉള്ളത്. ഒന്നാമത് ഗവൺമെൻറ് കോളേജാണ്. ഗവൺമെൻറ് കോളേജിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 6000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു എമൗണ്ട് ആണ്. അതായത് ഇപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചായിരിക്കും ഇത്ര റുപ്പീസ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഒന്നെങ്കിൽ 6000 അല്ലെങ്കിൽ താഴെ 4000 രൂപയോ 6000 രൂപയോ, ചിലപ്പോൾ അതിന് കുറച്ച് മുകളിലോട്ടോ ആയിരിക്കാം ഫീസ് വരുന്നത് ഗവൺമെൻറ് കോളേജിൽ. എന്നാൽ രണ്ടാമത്തെ കോളേജായ എയ്ഡഡ് കോളേജ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി ചേർന്നതാണ്. അതായത് പകുതി ഗവൺമെൻറ്റും പകുതി പ്രൈവറ്റും രണ്ടും കൂടി ചേർന്നതാണ് എയ്ഡഡ് കോളേജ്. എയ്ഡഡ് കോളേജിൽ മെയിനായിട്ടും വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 10,000 10,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഞാനൊരു എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ കറക്റ്റ് എമൗണ്ട് എടുത്ത് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് സെൽഫ് ഫിനാൻസിങ് കോളേജ്. സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പം 10,000 അതായത് 10,000 രൂപയ്ക്ക് മുകളിലോട്ടോ എന്തായാലും ആവും, താഴോട്ട് എന്തായാലും പോകത്തില്ല. എന്തായാലും 10,000 രൂപയ്ക്ക് മുകളിലോട്ടായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ട് കൊടുക്കും. നല്ല റേറ്റ് കൊടുത്താൽ മാത്രമേ, നിങ്ങൾ നല്ല എമൗണ്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യേണ്ട രീതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട സബ്ജക്ട്സും കാര്യങ്ങളും നിങ്ങൾ ആദ്യമേ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും നിങ്ങളുടെ കോളേജിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നുകിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കോളേജും ഈ ഏത് കോഴ്സൊക്കെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടാൽ ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യമായിരിക്കും സ്കോളർഷിപ്പിൻ്റെ കാര്യം. അതായത് ഒന്നെങ്കിൽ കോളേജ് മാനേജ്മെൻറ്റിലുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സ്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ ടീച്ചേഴ്സ് അവിടെ കാണും. അപ്പോൾ ടീച്ചേഴ്സ് പറയും നിങ്ങൾക്ക് ഇന്ന സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. പ്രത്യേകിച്ചും കിട്ടാൻ ചാൻസ് ഉള്ളത് ഗ്രാൻസ് ആണ്. പിന്നെ ഗ്രാൻസ് സ്കോളർഷിപ്പിൻ്റെ നിങ്ങൾ എന്ന് പറയുന്നു അന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോയി ചെയ്യാൻ നോക്കുക. അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തായാലും ഗ്രാൻസിന് അപേക്ഷിക്കാൻ നോക്കണം. കൂടാതെ ഈ വരുമാനത്തിൻ്റെയും അതുപോലെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് NSP എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് കാണും. അതായത് 90% 90% മുകളിലോട്ട് 90% മാർക്ക് ഉള്ളവർക്ക് എന്തായാലും NSP സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടും അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ട് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും. കാരണം അത് കൊടുക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് ആണ് ഇത് രണ്ടും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് അപേക്ഷിക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സ്കോളർഷിപ്പ് ഗ്രാൻസ് ആണ്. എന്തായാലും ജനറൽ കാറ്റഗറിക്ക് ഗ്രാൻസ് കിട്ടിയാൽ എക്സാം ഫീസ് നിങ്ങൾ എന്തായാലും അടയ്ക്കേണ്ടി വരും. അത് കോമൺ ആണ്. പിന്നെ OBCക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം മെയിനായിട്ട്. അതുകൂടാതെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എല്ലാ കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ പോകുന്ന പേരൻസും ഈ കാര്യങ്ങളെല്ലാം എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കോളേജിലെത്തുമ്പോൾ ഇതിനെ പറ്റിയുള്ള കുറേ ഡൗട്ടുകളൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് FIGP അപ്ഡേറ്റ്സ്, സ്കോളർഷിപ്പ് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ബൈ.